ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നൈറ്റ് വ്ലോഗാണ്. ഇപ്പോൾ ഇവിടെ സമയം 8:30 ആയിട്ടുണ്ട്. 8:30-9 സമയമായിട്ടുണ്ട്. ഇന്നത്തെ ഈ വ്ലോഗ് ആക്ച്വലി ഇനി വലിയ കാര്യമായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല, പക്ഷേ എനിക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് വ്ലോഗിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ ഈ മൈക്ക് പിടിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ അപ്പുറത്തെ റൂമിലൊക്കെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൈക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലാരിറ്റി വോയിസ് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഇത് നോക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സിക്ക് ലീവ് ഇന്നത്തോടു കൂടി കഴിയുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അതായത് എൻ്റെ ഈ ചാനൽ കാണുന്ന മിക്കവർക്കും അറിയാം ഞാൻ സിക്ക് ലീവിലാണ്. ഏകദേശം 28 ദിവസമായി ഞാൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഞാൻ വർക്കിന് പോയിട്ട്. എന്ത് പറ്റി എന്നൊക്കെ കുറേ പേര് മെസ്സേജ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരും കമൻറ്റ് ഇട്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് കള്ളം പറയുന്നില്ല. പക്ഷെ മെസ്സേജിൽ കുറച്ച് പേര് കുറേ നാട്ടിലുള്ള കുറേ പിള്ളേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് 22 ദിവസത്തെ വലിയ ലീവായിരുന്നു, ഉർലോബായിരുന്നു. അവിടെ പോയി ആദ്യത്തെ 2 ആഴ്ച കുഴപ്പമില്ലായിരുന്നു. 3-ാമത്തെ ആഴ്ച ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത ടൈമിൽ എനിക്ക് ആദ്യം ഇങ്ങനെ പുറത്ത് വേദന വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ വേദനയും. അങ്ങനെ ഒരു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാല് കംപ്ലീറ്റ്ലി എനിക്ക് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഡിസ്ക് ബൾജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് ബൾജും പിന്നെ എന്തോ ഒരു ചെറിയൊരു അതിൻ്റെ ഇംഗ്ലീഷൊക്കെ ഞാൻ മറന്നുപോയി. എന്തോ ഒരു സംഭവം, എന്തായാലും നടുവിന് എന്തോ പണി കിട്ടിയായിരുന്നു. അങ്ങനെ എനിക്ക് നടക്കാൻ പറ്റാണ്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് ഞാൻ ഡിസ്ചാർജ് ആയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അപ്പം അത്രയും വയ്യാണ്ടായിപ്പോയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നു. കാരണം എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് ഈ ഉർലോബ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, ഇതിനെ പറ്റിയിട്ടൊന്നും ഞാൻ അത്ര കാഠിന്യമായി ചിന്തിച്ചില്ല. എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എന്ത് ചെയ്തു, കയറി വന്നപ്പം എന്നെ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് തന്നെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ്റെ സ്ഥലത്ത് നിന്ന് എന്നെ തിരിച്ചു വിട്ടേനെ. ട്രാവൽ ചെയ്യാൻ അവർ അനുവദിക്കില്ല. ആ രീതിയിൽ എനിക്ക് വേദനയായിരുന്നു. ഇപ്പം നടുവേദന എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്നവർക്കറിയാം. ആദ്യമൊക്കെ എനിക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എൻ്റെ അനിയത്തിക്ക് നടുവേദന വരും. അപ്പം ഞാനിങ്ങനെ പറയും, ഇതൊക്കെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് തള്ളുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, മനസ്സിൻ്റെ ശക്തി മാത്രം പോരാ, ഇത് വേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ തിരിച്ചെത്തിയെങ്കിൽ കൂടി ഒക്ടോബർ ഒരു 22 ആകുമ്പോൾ ഞാൻ തിരിച്ചെത്തി. പിന്നെ ഞാൻ 2 ദിവസം ക്ലാസ്സിൽ പോയതാണെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ഒരു നോർമലായിട്ടുള്ള രീതിയിലല്ല ക്ലാസ്സിൽ പോയത്, ഇങ്ങനെ ഏന്തി. പക്ഷെ ക്ലാസ്സിൽ പോയി ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്റ്റോറേജ് ഒന്ന് ഫുള്ളായി. അപ്പോൾ വീഡിയോ സ്റ്റക്കായിപ്പോയി. ഓക്കെ, അങ്ങനെ ഇവിടെ വന്നു. എനിക്ക് ഒട്ടും വയ്യാണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു, നേരെ എൻ്റെ ഇവിടെ ഞാൻ യൂണീക്ക് ക്ലിനിക്കിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹോസ്പിറ്റലുണ്ട്. നമ്മൾ നേരെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ റെട്ടും ഡീൻസിനെ വിളിച്ചിട്ടാണ് പോയത്. അത് പ്രത്യേകതരമായി പറയേണ്ട ഒരു എക്സ്പീരിയൻസാണ്. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. നമ്മൾ 112 വിളിച്ചിട്ട് നമ്മളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വയ്യായ്ക വന്ന് 112 വിളിച്ച് കഴിയുമ്പോൾ റെട്ടും ഡീൻസ്റ്റ് വരും. അവർ നമ്മളെ നോക്കും. ഇവിടെ ജർമ്മനിയിൽ നമുക്കിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ റെട്ടും ഡീൻസ്റ്റ് 112 വിളിച്ച് റെട്ടും ഡീൻസ്റ്റ് വന്ന് അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അതൊന്നും ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി. പിന്നെ വീട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഞാനൊരു 25 ദിവസത്തോളം ബെഡ് റെസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി എനിക്കിവിടെ ഉണ്ടായിരുന്നു. നമ്മൾക്കിവിടെ ഹെൽത്ത് കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ എക്സ്പെൻസ് ഒന്നും ആയിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞു, ലീവ് കഴിഞ്ഞ് നാളെ ഞാൻ വർക്കിന് പിന്നെയും കയറുവാണ്. വർക്ക് എനിക്ക് ആംബുലാൻറ്റയിലാണ്. ആംബുലാൻറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ ഓരോ വീടുകളിൽ പോയി ആൾക്കാരെ നോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നാളെ തൊട്ട് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് നാളെ ഫ്ലൂഡീൻസ്റ്റാണ്, അതായത് ഏർലി ഷിഫ്റ്റാണ്.
അതാണ് ഒന്നാമത്തെ സന്തോഷം. സന്തോഷം അതിനകത്ത് അത്ര സന്തോഷം അല്ല, നല്ലൊരു കാര്യമാണ്. നമ്മൾ ഈ എപ്പോഴും സുഖമില്ലാണ്ടിരുന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 2 മാസത്തോളമായി ഈ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര എക്സൈറ്റഡും ആണ്. അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനും ഉണ്ട്. കാരണം വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോവോ, വേന വരുമോ, അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലം 2 കൊല്ലം അടുത്തായി. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാൻ റെഗുലർലി ഇതൊരു നമ്മുടെ എന്താ പറയുക ഇൻകം പോലെ ഇതിൽ നിന്ന് ഏൺ ചെയ്യണം എന്ന് കരുതി ഞാൻ ഇതുവരെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഓരോരുത്തരുടെ പിറന്നാളിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഉള്ള വീഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻലി ചെയ്തിട്ടുള്ളത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏതോ ഒരു 2-3 വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതും അത്രയും റിക്വസ്റ്റ് വന്നതിനെ തുടർന്നാണ്. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഇന്ന് റവന്യൂ കിട്ടി. നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒത്തിരി വലിയ കാശൊന്നുമില്ല, എന്നാലും നമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടിയതല്ല. അപ്പോൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളിലേക്ക് അത് എത്തിക്കണം, നിങ്ങളെയും കൂടെ ആ സന്തോഷം അറിയിക്കണം എന്ന് തോന്നി. അപ്പോൾ അതാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം. അങ്ങനെ അപ്പോൾ ഈ വീഡിയോ അതല്ല, ഇപ്പോൾ ഈ ചാനൽ തുടങ്ങി സ്ഥിരമായി കാണുന്ന കുറച്ച് പേരുണ്ട്, വീട്ടുകാരുണ്ട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കമൻ്റൊക്കെ ഇട്ട്. ഏതൊരു വീഡിയോയ്ക്ക് എൻ്റെ അച്ഛയുടെയും അമ്മയുടെയും കമൻ്റ് എപ്പോഴും കാണും. അതുപോലെ തന്നെ കുറേ കുട്ടികളുണ്ട്, അവർ സ്ഥിരമായി കാണും. ആദ്യമേ കാണുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഒരു വട്ടം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാണ്ടായപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു കുട്ടി മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തത്, രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെ വീഡിയോ ചെയ്യണം, രസമാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പോൾ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ്. ഞാൻ എന്തായാലും ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്കിനിയും ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പം ഇന്ന് വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഏകദേശം ഇപ്പോൾ ഒരു സമയം 9 മണി കഴിയാറായിട്ടുണ്ടാവും. എനിക്ക് 9 മണി 9:30 ആയി. എനിക്കിനി നാളെ രാവിലെ 8 മണിക്കാണ് ഡ്യൂട്ടി. അപ്പം നാളത്തെ വിശേഷം ഞാൻ നാളെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാവേ. ടാറ്റാ. ഗൈസ്, അപ്പോൾ ഞാൻ കിടക്കാൻ പോവുമായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഖം ഞാൻ മുറിച്ചിട്ടില്ല. നാളെ മുറിക്കല്ലേ? ഇല്ല, ഒരിക്കലും നടക്കില്ല. കാരണം വെളുപ്പിന് പോകണമല്ലോ. അപ്പോൾ എനിക്കറിയാം രാത്രി നഖം മുറിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഞാനിപ്പോൾ നഖം മുറിക്കുകയാണ്.